നമസ്കാരം. കുട്ടനാട് AC റോഡിലുള്ള ആറ്റുതീരം കള്ളിഷാപ്പിലാണ്. കുട്ടനാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ ഇതുവരെ വന്നപ്പോൾ AC റോഡിന് തൊട്ടടുത്തിട്ടാണ് ഈ ഒരു ഷാപ്പ് വന്നത്. തിരക്കൊന്നുമില്ല, വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. ഈ കുട്ടനാടിന്റെ ഭംഗി എന്ന് പറയുമ്പോൾ പറയാൻ വാക്കുകളില്ല. വൈകുന്നേരത്തെ ആ യാത്രയുണ്ടല്ലോ, എന്ത് രസമായിരുന്നു. മാർവലസ്, വണ്ടർഫുൾ, സിഗലൊരു യാത്രയായിരുന്നു. പച്ചപ്പൊക്കെ മാറിയിട്ട് ഈ കുട്ടനാട് പാടശേഖരത്തെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വെള്ളം നിറഞ്ഞു കിടക്കുന്നു. വൈകുന്നേരം ഒരു രക്ഷയില്ലാത്ത ഇതിലെ യാത്രയാണ്. യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ആറ്റുതീരം ഷാപ്പിലേക്ക് പോകുന്നത്. AC റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷാപ്പുള്ളത്. കപ്പ, കരിമീൻ പൊള്ളിച്ചത്, ഒറ്റ തലക്കറിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ചട്ടിടത്ത് നിറച്ച് തലക്കറി, കപ്പ, ചിക്കൻ ഫ്രൈ. തലക്കറിയും ഈ കപ്പയോട്ട് എങ്ങനെയുണ്ടോ നോക്കാം. ചൂടുണ്ട്, ചൂടാണ്. വളരെ കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. മീൻ നമുക്കൊരു ഫ്രഷാണ്. അടിപൊളി. നമുക്ക് അടിച്ചു നോക്കാം. തലപ്പൊരു കൊള്ളാം. കരിമീൻ പൊള്ളിച്ചത് ഞാനിവിടെ നോക്കട്ടെ. കരിമീൻ പൊള്ളിച്ചത് നല്ല മണമടിക്കുന്നുണ്ട്. കരിമീൻ്റെ ഫ്ലേവർ പക്ക. പലയിടത്തും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, കരിമീൻ പകരം സിലോപ്പിയ മുള്ള് കറിയുണ്ട്. കരിമീൻ വളരെ അടിപൊളിയാട്ടോ. കരിമീൻ്റെ ഫ്ലേവറാണ് സത്യം പറയാൻ മുമ്പ് ഇരിക്കുന്നത്. പലയിടത്തും നമുക്ക് മസാലയായിരിക്കും, പക്ഷെ കൊള്ളാം. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ മസാല കൊള്ളാം. അന്നേരം മസാല ഇത്ര ഗംഭീരമാണെങ്കിലും ഫ്രഷായിട്ട് ഇതിൻ്റെ അത് മുള്ളുണ്ട്. സൂക്ഷിക്കോ കുറച്ച് കഴിച്ച കഴിയുന്ന അമ്മമാരെ കഴിക്കുന്നില്ല. മീനോട് വലിയ താല്പര്യമില്ല. മീൻ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ നോക്കണം. സൂപ്പർ, വളരെ ഇഷ്ടപ്പെട്ടു. ഇതുവരെ ചില എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൊള്ളാം. മസാലയൊക്കെ അലിഞ്ഞു വരുന്ന ചിക്കൻ കറി, പ്രത്യേകം ഒന്നും പറയേണ്ടതില്ല. ഇപ്പം നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പൊ തണുത്ത്. ടേസ്റ്റ് സാറേ, ആ മീനിന്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് പക്കയായിട്ട് കിട്ടുന്നു. അധികം പ്രതീക്ഷിക്കാതെ വന്നു. ഞാൻ കുട്ടനാടൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി ഷാപ്പുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ഷാപ്പുകളായിരുന്നു കൂടുതലായിട്ട്. മിക്ക ഷാപ്പുകളിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വന്നിട്ടില്ല ആദ്യത്തെ. കഴി
ഒരിക്കൽ കുറവാണ്. എനിക്ക് ഫുഡെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആലോചിക്കുന്ന തരത്തിലുള്ള ഫുഡാണ്. എല്ലാം ഇഷ്ടപ്പെടുമോ വലിയ കണ്ടതിന് ശേഷം ഇവിടെ നേരത്തെ വന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാർ വന്ന് ചിലപ്പോ ചെറിയ പറയാൻ സാധ്യത ഞാൻ പോയി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പറയണം. എന്റെ വീഡിയോ കണ്ട് ഇവിടെ വന്ന് എന്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്തുനിന്ന് പ്രലോഭനം ഉൾക്കൊണ്ടുള്ള കഴിക്കരുത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് കഴിക്കുക. അതെനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം സർവീസ് നല്ലതാണ്. ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂമാണ്. ആ റൂമിലൊക്കെ ഇരുന്ന് നമുക്ക് പ്രൈവസി കറി വേണ്ട പ്രൈവസി ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റും. ബില്ല് ടോട്ടൽ വന്നത് 1160 രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത്. തലക്കറിക്ക് 500 രൂപ. ആ തലക്കറിക്ക് ഈ ഒരു ചട്ടിനകത്ത് വരുന്ന ആ വട്ട തലക്കറിക്ക് 500 രൂപ. കരിമീൻ 320 രൂപ. തലക്കറിനകത്തൊരു കരിമീനല്ല. കരിമീൻ 320. ചിക്കൻ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വില അല്പം കൂടുതലാണ്. ചിക്കൻ അപ്പത്തിന് 15 രൂപ. സാധാരണ 10 രൂപയാണ് അപ്പത്തിന്. 15. പിന്നെ കപ്പയ്ക്ക് 50 രൂപ. കപ്പ എന്ന് പറയുമ്പോൾ സാധാരണ 40 രൂപയാണ്. 40 അല്ലേ? സാധാരണ 40 രൂപയാണ്. ഇവിടെ 50 രൂപ. അങ്ങനെ ഒരു വിലകളൊക്കെ ഈ കരിമീൻ വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ളതിന് വില കൂടുതലായിട്ടാണ്.